എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് 4 വീലറല്ല, ഇന്ന് 2 വീലറാണ്. അപ്പോൾ ഇന്ത്യയിൽ പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായി, ഒരാഴ്ചകളായി ആ വണ്ടി ലോഞ്ച് ചെയ്തിട്ട്. പക്ഷേ ഇന്നാണ് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ അവസരം ലഭിച്ചത്. വാഹനം എന്ന് പറയുന്നത് ഹീറോയുടെ പുതിയ വാഹനമാണ്. ഹീറോ ഹൈ എൻഡ് സെഗ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന CC സെഗ്മെൻറ്റുകളിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ്. ഹോണ്ടയുമായി സെപ്പറേറ്റ് ചെയ്ത ശേഷം 2011 തോന്നുന്നു, ഹോണ്ടയുമായി സെപ്പറേറ്റ് ചെയ്ത ശേഷം അവരുടെ ഏറ്റവും വലിയ അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ അപ്ഡേഷൻ വെച്ചാൽ കഴിഞ്ഞ വർഷം ഹാർലി ഡേവിഡ്സണുമായിട്ട് അവർ ചേർന്ന് ടൈപ്പ് ആവുകയും ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ നിന്ന് പോയ ശേഷം ഹാർലി ഡേവിഡ്സനെ തിരിച്ചു കൊണ്ടുവരികയും ഹാർലി ഡേവിഡ്സൻ്റെ വാഹനങ്ങളെല്ലാം മേക്ക് ചെയ്യുകയും ചെയ്യുന്ന നിലവിൽ ഹീറോയാണ്. മേക്ക് ചെയ്യുകയും അവരുടെ ഡിസ്ട്രിബ്യൂഷനും സെയിൽസും എല്ലാം ഹീറോയാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ഹാർലി ഡേവിഡ്സണുമായി ചേർന്നിട്ട് നേരത്തെ ഒരു റോഡ്സ്റ്റർ മോഡൽ വണ്ടി അവർ റോഡിലിറക്കിയായിരുന്നു. അതിൻ്റെ പേരാണ് X440 എന്നായിരുന്നു ഹാർലി ഡേവിഡ്സൻ്റെ വണ്ടി. അത് ഭയങ്കര ഹിറ്റാവുകയും ഒരുപാട് ബുക്കിംഗ് ലഭിക്കുകയൊക്കെ ചെയ്തു. 40,000-ന് മേളിൽ ബുക്കിംഗ് കിട്ടിയെന്നൊക്കെയാണ് അനൗദ്യോഗികമായി ഞാൻ അറിഞ്ഞത്. പല മീഡിയാസിൽ വായിച്ചതും കേട്ടതുമായിട്ടുള്ള അറിവുകളാണ്. എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ആ വാഹനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഹീറോ പുതിയൊരു വാഹനം ഇപ്പോൾ നിലവിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് മാവറിക് 440 എന്ന് പറയുന്നത്. എൻജിനും സ്പെക്സും കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. പക്ഷേ ഹാർലി ഡേവിഡ്സണുമായി രൂപകൽപ്പനയിൽ യാതൊരു സാമ്യവുമില്ല. അതിൻ്റെ സൈലൻസറുകളായാലും ബാക്കി എല്ലാ ഡിസൈൻ ഫാഷനും എല്ലാം ഹീറോ തനതായിട്ട് തന്നെ വേറൊരു സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അത് എപ്പോഴും നോട്ടമിട്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ 440cc-യും 350cc-യൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ കൈയടക്കി വെച്ചിരുന്നത് റോയൽ എൻഫീൽഡാണ്. ആ റോയൽ എൻഫീൽഡിൻ്റെ സെഗ്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് വിപണി തന്നെയാണ് ഹീറോ കൈകാര്യം കണ്ണുവച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഹീറോയ്ക്ക് കുറച്ചുകൂടെ പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴും ഹീറോയ്ക്കൊരു ഒരു നെഗറ്റീവ് തരുന്നത് കുറഞ്ഞ വണ്ടികൾ വിൽക്കുക, അല്ലെങ്കിൽ 100cc 125cc വണ്ടികൾ വിൽക്കാൻ, അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന വാഹനം എന്ന നിലയിലേക്ക് അവർ ഒതുക്കപ്പെട്ടു പോയിരുന്നു ഹോണ്ടയ്ക്ക് ശേഷം, ഹോണ്ട സെപ്പറേറ്റ് ആയ ശേഷം. എന്നാൽ മറ്റ് കമ്പനികൾ, യമഹ പോലുള്ള കമ്പനികൾ, TVS ഉൾപ്പെടെ 310cc-യിലൊക്കെ TVS വന്നു. അവരുടെ അപ്പാച്ചയുടെ പുതിയ വണ്ടി ലോഞ്ചായി. അപ്പോൾ ഹൈ എൻഡിലേക്ക് അവർ വരുമ്പോൾ ഹീറോയ്ക്ക് മാത്രം നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല. വിപണിയുടെ ചലനങ്ങൾക്കനുസരിച്ച് അവർക്ക് പുതിയ വാഹനങ്ങൾ ഇറക്കാൻ അവർ നിർബന്ധിതരായി. അതിൻ്റെ ഫലമായിട്ടാണ് ഹാർലി ഡേവിഡ്സണുമായിട്ടുള്ള കൂട്ടുകെട്ടും അതോടൊപ്പം തന്നെ X440-യുടെ ലോഞ്ചിങ്ങും അതിനുശേഷം ആ വണ്ടിയെ ബേസ് ചെയ്തുകൊണ്ട് മാവറിക് എന്ന് പറയുന്ന പുതിയ വാഹനം ലോഞ്ച് ചെയ്തത്. എന്തായാലും മാവറിക്കിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ പൂർണ്ണമായിട്ടിരുന്ന് കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അറിയാം, നമ്മൾ ഏതൊരു വാഹനം ഒരു കമ്പനി ഇറക്കിയാലും ആദ്യമേ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് അതിൻ്റെ വില എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യമേ തന്നെ വണ്ടിയുടെ വിലയിൽ തുടങ്ങുകയാണ്. ഇതൊരു പ്രീമിയം വണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹീറോയെ സംബന്ധിച്ചറിയാം, ഹീറോ ഏത് വണ്ടി ഇറക്കിയാലും കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൈസിങ്ങിലാണ് അവരുടെ വാഹനങ്ങൾ പുറത്തിറക്കാറുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കരീസ്മയുടെ പ്രൈസിങ് പോലും അങ്ങനെയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടികളാണ് അവർ നിരത്തിലിറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ നിരത്തിലെത്തിയിരിക്കുന്ന മാവറിക്കും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 1.99 ലക്ഷം രൂപയാണ് പ്രാരംഭ വില. അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ മേടിക്കണമെങ്കിൽ 2.24 ലക്ഷം രൂപ, 2,24,000 രൂപയാണ് അവിടെ എക്സ്-ഷോറൂം പ്രൈസ് അവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. കാര്യം അറിയാം, ഇൻഷുറൻസും ബാക്കി ടാക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് വിലയിൽ കുറച്ചുകൂടെ റൈസിങ് ഉണ്ടാകും. എന്നാലും എക്സ്-ഷോറൂം പ്രൈസാണ് നമ്മൾ ആദ്യമേ പറയുന്നത്. കാര്യം വണ്ടി സെയിൽ അവർ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല. വിതരണം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിതിന് ഓരോ ഷോറൂമിലും, ഇപ്പം കൊച്ചിയിലായാലും കൊല്ലത്തേക്ക് ആയാലും, ഇപ്പം ഞാൻ കൊല്ലംകാരനായതുകൊണ്ട് കൊല്ലത്തേക്ക് ആയാലും കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വണ്ടി ഷോറൂമിൽ വരുമ്പോൾ ഞാൻ എന്തായാലും തീർച്ചയായും ടെസ്റ്റ് റൈഡ് ചെയ്യും. ടെസ്റ്റ് റൈഡ് ചെയ്ത് അതിൻ്റെ ലൈവ് വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. റൈഡ് റിവ്യൂ. കാര്യം ഇപ്പോൾ ജയ്പൂരിലൊക്കെയാണ് അതിൻ്റെ ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായി ഞാൻ ഇന്നാളെ പറഞ്ഞു, ഞാൻ വലിയൊരു യൂട്യൂബറല്ല. അപ്പോൾ നമുക്ക് അതിനുള്ള അവരുടെ ഇൻവിറ്റേഷനോ കാര്യങ്ങളോ കിട്ടത്തില്ല. നമുക്ക് അവിടെ വരെ രാജസ്ഥാൻ വരെ പോയി ആ വീഡിയോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൊല്ലത്തേക്ക് എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്കിനി മാവറിക്കിൻ്റെ ഡിസൈനിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റൈലിനെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ലോസ് ലെങ്ത് പ്രൊഫൈലാണ് ഈ വണ്ടിക്കുള്ളത്. അതോടൊപ്പം മസ്കുലർ ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, എക്സ്പോസ്ഡ് എഞ്ചിനാണ്.
ഇതെല്ലാം ക്ലാസിക് റോഡ്സ്റ്ററുകൾ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ് ഇത് കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല അല്പം നീളമുള്ള വീൽ ബേസിനാണ് ഇതിനുള്ളത്. അഗ്രസീവ് റൈഡിംഗ് പൊസിഷനുണ്ട്. അതോടൊപ്പം തന്നെ വൈഡ് സ്റ്റാൻഡ്, ചങ്കി വീലുകൾ, അതോടൊപ്പം തന്നെ റോഡ്സ്റ്റർ XQ എക്സോസ്റ്റ് എന്നിവയടക്കമുള്ള കാര്യങ്ങളെല്ലാം മാവറിക്കിന് ഉണ്ട്. അതുമാത്രമല്ല യുവർ ഫേസ് എന്ന് പറയുന്ന ലുക്കാണ് ഇതിനകത്ത് കമ്പനി ഈ ഡിസൈനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് R15 ആയാലും അതോടൊപ്പം തന്നെ നമ്മുടെ FC ആയാലും അങ്ങനെയുള്ള കുറേ വണ്ടികളുണ്ട്. ഈ വണ്ടികൾക്കെല്ലാം അവരുടെ ബോഡി പാനൽസ് മിക്കവാറും ഫൈബറോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതങ്ങനല്ല. ഇവർ നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ബോഡിയുടെ ഭൂരിഭാഗം സ്റ്റീലാണ്. ഫൈബർ പാർട്ടുകൾ വളരെ കുറവാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചീപ്പായിട്ടുള്ളൊരു വണ്ടിയാണെന്ന് നിങ്ങൾ ഒരിക്കലും ഈ മാവറിക്കിനെ കുറിച്ച് കരുതരുത്. അത് മാത്രമല്ല നല്ല കരുത്തൻ വാഹനമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഇതെല്ലാം അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പാറ്റേണുള്ള ഒരു DRL വണ്ടിക്കകത്തുണ്ട്. അതോടൊപ്പം തന്നെ മുൻവശത്തെ ഹെഡ് ലാമ്പ് ഫ്രണ്ട് ഫാഷ്യയിൽ ആധിപത്യം പുലർത്തുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു റെട്രോ ആയിട്ടുള്ള ഒരു മോഡൽ ലുക്ക് ഇത് നൽകുന്നുണ്ട്. 43 mm ടെലിസ്കോപ്പിക് ഫോർക്ക് മുൻവശത്തുണ്ട്. അതിനൊക്കെ വശങ്ങളിലേക്ക് നീങ്ങുമ്പം മസ്കുലറായിട്ടുള്ള ഫ്യൂവൽ ടാങ്കാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. പിന്നെ ടാങ്കിൻ്റെ ഡിസൈനിലും 3D മാവറിക്കുന്നതിനകത്ത് 3D ആയിട്ടാണ് മാവറിക്കുന്നവർ എഴുതിയിരിക്കുന്നത്. പിന്നീട് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് പക്ഷേ ഈ 3D ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് വ്യത്യസ്തമായി നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യം എന്ന് വെച്ചാൽ പ്രൈസിങ്ങിനാണ്. കാര്യം അവരുടെ അലോയ് വീൽസിൽ നിന്നും സ്പോക്ക് വീലിലേക്ക് ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് വരും. അത് കണക്ക് 3D ആയിട്ട് മാവറിക്കുന്ന എഴുതിയിരിക്കുന്നത് അതെന്തായിട്ട് മാറും, 3D അല്ലാതായിട്ട് മാറും. അപ്പോൾ അപ്പോഴത്തേക്ക് ആ വില വ്യത്യാസം 10,000-20,000 രൂപയുടെ വ്യത്യാസം വരികയും ചെയ്യും. ഒരു 350cc അല്ലെങ്കിൽ ഒരു 400cc വാഹനമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും മാവറിക് 440 എന്ന് പറയുന്നത്. ഉദാഹരണം ഡ്യൂക്കിൻ്റെ വാഹനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ബജാജിൻ്റെ ഡോമിനർ പോലുള്ള വാഹനങ്ങളുണ്ട്. ബുള്ളറ്റിൻ്റെ പല മോഡൽസുണ്ട്. ഇഷ്ടം പോലെ 350, 400cc ഒക്കെ മോഡൽ നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലുക്കാണ് നമുക്ക് മാവറിക്ക് നൽകുന്നത്. അതുമാത്രമല്ല ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഓഫീസിൽ പോകുന്ന ഒരു ആകെയാണെങ്കിൽ ഇപ്പോൾ ഡ്യൂക്കിൻ്റെ ഒരു 390 എടുക്കുന്നതിനേക്കാൾ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ് എന്ന് ഈ മാവറിക് 440 എന്ന് പറയുന്നത്. അതുമാത്രമല്ല യൂത്തായിട്ടുള്ള ആൾക്കാരെയും യങ്സ്റ്റേഴ്സിനെയും ഈ വണ്ടി അട്രാക്റ്റ് ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ വണ്ടി എന്ന് പറയുന്നത്. നല്ലൊരു ചൂടുവയ്പ്പാണ് ഹീറോ ഈ വാഹനത്തിലൂടെ വിപണിയിലേക്ക് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഹോട്ടായിട്ട് സെയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് തന്നെ നിസ്സംശയം പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഹനം എടുക്കാൻ പോകുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. എന്തായാലും ഈ വണ്ടി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. എനിക്കൊന്ന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബുക്കിങ്ങിന് ഒരു ചെറിയ എമൗണ്ട് അടച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എനിക്കൊന്ന് നെക്സ്റ്റ് മന്ത് തന്നെ ഈ വണ്ടി നമുക്ക് ഷോറൂമിലെത്തുകയും ഡെലിവറി ചെയ്യുകയും ചെയ്യുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഷോറൂമിൽ എന്ന് എത്തുന്നു അന്ന് തന്നെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ ടെസ്റ്റ് റിവ്യൂ, എൻ്റെ ഓൺ എക്സ്പീരിയൻസ്, മൈ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു ഡീറ്റെയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. വണ്ടി വരുന്നതിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കണമല്ലോ എന്നറിഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ പൂർണ്ണമായും കണ്ടവർക്ക് നന്ദി. അപ്പോൾ എല്ലാവർക്കും ഞാൻ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് ഗുഡ് ബൈ.